വാട്സാപ്പിൽ എൻ്റർ കീ കാണുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. എന്താണ് എൻ്റർ കീ എന്നല്ലേ? നമ്മളിപ്പോൾ ഒരു ലൈൻ എഴുതിയിട്ട് അടുത്ത ലൈൻ അതിലേക്ക് ചേർത്തി എഴുതുമ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യണം. പക്ഷേ പല ആളുകളും പറയുന്നത് അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉടനെ സെൻഡ് ആകുകയാണ്. അടുത്ത ലൈൻ നമുക്ക് എഴുതാനേ പറ്റുന്നില്ല. എൻ്റർ കീ എവിടെ പോയി? അത് കീബോർഡിൻ്റെ പ്രശ്നമല്ല, വാട്സപ്പിൻ്റെ പ്രശ്നമാണ്. പല ആളുകൾക്കും അത് അറിയില്ല. കീബോർഡിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സെറ്റിങ്സ് നമുക്ക് കാണാനേ സാധിക്കില്ല. എന്നാൽ ഇത് വാട്സപ്പിൻ്റെ പ്രശ്നമാണ്. വാട്സപ്പിൽ എൻ്റർ കീ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് ആളുകൾ എന്നോട് സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിനു മുമ്പേ ഞാൻ വാട്സപ്പിനെ സംബന്ധിച്ചുള്ള വീഡിയോയിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പല ആളുകളും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റർ കീ എവിടെ പോയി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഞാനൊരു പ്രൊഫൈൽ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അടുത്ത ലൈൻ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൻ്റെ അകത്തുള്ള ഈ ഒരു ഏരോ മാർക്കിൻ്റെ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഉടനെ തന്നെ അത് സെൻഡ് ആകുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ലൈൻ എഴുതാനേ സാധിക്കുന്നില്ല. പലവരും തെറ്റിദ്ധരിച്ചത് ഇത് കീബോർഡിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് ആണ് എന്നാണ്. എന്നാൽ കീബോർഡിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് അല്ല, ഇത് വാട്സപ്പിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് ആണ്. നമുക്കതിനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് വാട്സപ്പിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ എൻ്റർ ഈസ് സെൻഡ് എന്നൊരു ഓപ്ഷൻ ഓണിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് അതേ പ്രൊഫൈൽ തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ട് വീണ്ടും ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തു. ഇവിടെ താഴെ നേരത്തെ കണ്ട ആ ഒരു ഏരോ മാർക്കിന് പകരം എൻ്റർ കീ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടുത്ത ലൈൻ ടൈപ്പ് ചെയ്യാം. വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ലൈൻ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര ലൈൻ വേണമെങ്കിലും ആ ഒരു എൻ്റർ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് കീബോർഡിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് അല്ല, ഇത് വാട്സപ്പിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് ആണ്. പക്ഷേ പല ആളുകൾക്കും ഈ ഒരു സെറ്റിങ്സ് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഇത് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ലൈനായിട്ട് തന്നെ അത് സെൻഡായിട്ടും ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചെറിയൊരു റിക്വസ്റ്റ്, അതായത് ഇവിടെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും കാണാം നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ ചാനൽ നെയിമുകളൊക്കെ ഓടിക്കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ യൂട്യൂബിൻ്റെ 2 ചാനലിൻ്റെ പേരുകളുണ്ട്. ആ പേരുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരുപാട് വീഡിയോസുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നല്ല വീഡിയോസുകൾ തന്നെയാണ്. നിങ്ങളതൊക്കെ കാണുക, എന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെത്തിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.